ഹലോ ഗൈസ്, അപ്പൊ കൽപ്പാത്തി തേര് കാണാൻ പറ്റാത്തവര് നേരെ വിട്ടോ കൊടുവായൂർക്ക്. ജനുവരി 4-ാം തീയതി ഞായറാഴ്ചയാണ് അവസാനത്തെ ദിവസം. കൊടുവായൂർ സ്കൂളിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് നടന്നാൽ രഥോത്സവം നടക്കുന്ന ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ 3 തേരാണുള്ളത്. കൽപ്പാത്തി പോലെ തന്നെ അത്യാവശ്യം വലിയ തേരുകൾ തന്നെയാണ്. ഈ തിരക്ക് നോക്കണ്ട, അവസാനത്തെ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഈ സ്ഥലത്ത് വെച്ചാണ് തേര് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഗ്രാമത്തിൽ തേര് വലിക്കാൻ തുടങ്ങുക. രഥോത്സവ ദിവസത്തിൽ ഇവിടെ വെച്ചിട്ടാണ് അന്നദാനം നടക്കാറുള്ളത്. അന്നദാനത്തിന്റെ കൂടെ 1 രൂപയും എല്ലാവർക്കും കൊടുക്കാറുണ്ടെന്നാണ് കേട്ടത്. പിന്നെ ഈ കുളം കുറച്ച് സൂക്ഷിക്കണം, കാരണം രഥോത്സവ സമയത്തിൽ ഇതിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ് ഐതിഹ്യം. എപ്പോഴും രഥോത്സവം നടക്കുമ്പോൾ പൂർണ്ണചന്ദ്രനായിരിക്കും. അങ്ങനെ ഞങ്ങളും കണ്ടു. ഞങ്ങൾ എത്തുമ്പോൾ 3-ാമത്തെ തേര് മാത്രമേ എത്താനുണ്ടായിരുന്നുള്ളൂ. അതിൽ ശിവനും പാർവതിയാണ് പ്രതിഷ്ഠ. ബാക്കി 1-ൽ ഗണപതിയും 2-ൽ മുരുകൻ ആൻഡ് ഫാമിലിയാണ്. ഇതാണ് തേര് വലിച്ചോണ്ട് പോകുന്ന ആന. ഇത്രയും ലോഡ് വലിക്കണ്ടേന്ന് വെച്ച് എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും ആള് തേരൊക്കെ വലിച്ച് കുറച്ച് കരിമ്പും കൈ പിടിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പൊരിയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നു. ഏകദേശം കൽപ്പാത്തി ഗ്രാമം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ആയത്. കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.